നമ്മൾ ചെറിയ ക്ലാസ് മുതലേ കാണുന്ന ഒരു ഇക്വേഷനാണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഈ ഇക്വേഷൻ എങ്ങനെയാണ് വന്നതെന്നുള്ള കാര്യം പലർക്കും അറിയില്ല. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം, എങ്ങനെയാണ് ഈ ഇക്വേഷൻ വന്നതെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ലൈൻ വരയ്ക്കുകയാണ്. ഒരു ലൈൻ ഞാനിവിടെ വരച്ചു. ഈ ലൈനിനെ ഞാൻ രണ്ട് ഭാഗങ്ങളായിട്ട് മുറിക്കുകയാണ്. ഒരു ഭാഗം ഞാൻ ഇതെവിടെയാണ് മുറിക്കുന്നത്, എ എന്നൊരു ഭാഗം എടുക്കുകയാണ്, ബി എന്നൊരു ഭാഗം എടുക്കുകയാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഈ ലൈൻ ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു സ്ക്വയർ ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഒരു വര, സെയിം ലൈൻ ഉപയോഗിച്ചിട്ട് ഒരു സ്ക്വയർ ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ ഒരു വര, ഇങ്ങനെ ഒരു വര, ഒരു സ്ക്വയറായി. ഈ സ്ക്വയറിനെ ഞാൻ വീണ്ടും എന്ത് ചെയ്യാണ്, ഈ ഭാഗങ്ങളായിട്ട് പറയുകയാണ്. അപ്പോൾ ഇത് എ ആയിരിക്കും, ഇത് ബി ആയിരിക്കും, അതേപോലെ ഇവിടെ ഉണ്ടാവും ഇത് എ ആയിരിക്കും, ഇത് ബി ആയിരിക്കും, അതേപോലെ ഇതും പറയാണ്, ഇത് എ ആയിരിക്കും, ഇത് ബി ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ ഒന്ന് കണ്ടെത്തി വെക്കുകയാണ്. സ്ക്വയറിൻ്റെ ഏരിയ ഞാനൊന്ന് കണ്ടെത്തി വെക്കുക. ഏരിയ ഓഫ് സ്ക്വയർ ഞാനൊന്ന് കണ്ടെത്തി വെക്കുക. അപ്പോൾ ഏരിയ എന്താ വരിക, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നാണ് വരിക. കാരണം ഒരു സൈഡിൻ്റെ ലെങ്ത്ത് എ പ്ലസ് ബി ആയതുകൊണ്ട് ഇതിൻ്റെ ഏരിയ എന്താ വരിക, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നാണ് വരിക. അപ്പോൾ ഞാൻ ഈ ഒരു ഡിവിഷനിൽ നമ്മൾ ചെയ്തതുപോലെ നമ്മൾ എന്ത് ചെയ്യാണ്, ഞാൻ ഈ ഒരു ഡിവിഷൻ ഉപയോഗിച്ചൊന്ന് കട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഇതെങ്ങനെ, ഒരു ഭാഗം ഞാൻ ഇങ്ങനെ ആക്കുകയാണ്, ഒരു ഭാഗം ഞാൻ ഇങ്ങനെ ആക്കുകയാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇപ്പോൾ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണല്ലോ. ആ എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന് ഞാൻ ഇതേപോലെ ഒരു 4 റെക്റ്റാങ്കിൾ ആയിട്ട് ഞാൻ മുറിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ സ്ക്വയർ എന്ന് പറയാം, ഇതിൻ്റെ ഏരിയ എ സ്ക്വയർ ആയിരിക്കും. ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇത് എ ബി ആയിരിക്കും. ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എ ബി ആയിരിക്കും. ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന ഏരിയ എങ്ങനെയായിരിക്കും നമുക്ക് എഴുതുക, നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ ചെറിയ ഏരിയ ഉണ്ടാവും എ സ്ക്വയർ, പ്ലസ് ഈ ഏരിയ ഉണ്ടാവും, ഈ ഏരിയ ഉണ്ടാവും, രണ്ടെണ്ണം ഉണ്ടാവും, പ്ലസ് എ ബി പ്ലസ് പിന്നെ ഇതിൻ്റെ ഏരിയ ഉണ്ടാവും ബി സ്ക്വയർ. അപ്പോൾ നമുക്കതിനെങ്ങനെ എഴുതാൻ പറ്റും, വിച്ച് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതാം. ഇങ്ങനെയാണ് നമ്മുടെ എന്ത് ഇക്വേഷൻ വന്നത്, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്വയറിൻ്റെ ഏരിയ ആണ്.